കണ്ടിന്യൂസ് ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. കണ്ടിന്യൂസ് ഇൻവേഴ്സ് തിയർ എന്ന് പറയും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയർ എന്ന് പറയും. അതിനു മുന്നേ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് +2 തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ കാര്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ എപ്പോഴും എന്താണ്, ഇന്റർവെല്ലിലാണ്. ഐ എന്ന് പറയുന്ന ഇന്റർവെൽ എങ്ങനെയുണ്ടാവുക, റിയൽ ലൈനിലുള്ള ഒരു പോർഷൻ ആണ് എന്ത് ഇന്റർവെൽ എന്ന് പറയുന്നത്. റിയൽ ലൈനിലെ ഏത് ഇന്റർവെൽ ആവാം. ഇനി എന്താണ്, റിയൽ ലൈനിലെ ഇവിടെയുള്ള ഓരോ ആൾക്കാർക്കും എന്തുണ്ടാവും, അസൈൻ ചെയ്തിട്ടുണ്ടാവും. നമ്മളിപ്പോ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഫംഗ്ഷൻ ഇങ്ങനെയാണ് പറയാറ്, പക്ഷെ അങ്ങനെയല്ല. കൂടുതലും നമ്മൾ എന്ത് ചെയ്യണം, എക്സ് ആക്സിലും വൈ ആക്സിലും ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, 2 ഡയമെൻഷണൽ ഫംഗ്ഷൻസ് ഒക്കെ മാർക്ക് ചെയ്യാറ്. ഇനി ഇവിടെ എന്താണ്, ഇതാണ് ഐ എങ്കിൽ ഇവിടെയുള്ള ഓരോ കുറെ ആൾക്കാരുണ്ട്, ഇന്റർവെൽ ആണ്, അടുത്തടുത്തേ ആൾക്കാരുണ്ട്. ഇവിടെയുള്ള ഓരോ ആൾക്കാർക്കും നമ്മൾ എന്ത് ചെയ്യാണ്, ഫംഗ്ഷൻ വാല്യൂ ഇങ്ങനെ അസൈൻ ചെയ്യണം. ഇനി ഒരു ഫംഗ്ഷൻ, അതായത് ഇത് എന്താണ്, റിയൽ ലൈൻ ആണ്. അപ്പൊ റിയൽ ലൈനിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ഇമേജ് വന്നത്. ഇനി ഇന്റർവെല്ലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഇമേജ് എന്തായിരിക്കും, ഇന്റർവെൽ ആയിരിക്കും. നമ്മൾ പ്രിസർവേഷൻ ഓഫ് ഇന്റർവെൽ തിയർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, ഫംഗ്ഷൻ വാല്യൂ അസൈൻ ചെയ്യുന്ന സമയത്ത് ഇൻജക്റ്റീവ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. ഇൻജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെയുള്ള രണ്ടാൾക്കാർക്ക് ഒരു ഇമേജ് വരാൻ പാടില്ല. രണ്ടാൾക്കാർക്ക് ഇപ്പൊ ഒരു ഇമേജ് വന്നു എന്ന് വെച്ചു, അപ്പൊ നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യാം, ഇവിടുന്ന് ഇവിടത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ജി ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, ജി ആണെങ്കിൽ ഇവിടുന്ന് എവിടത്തേക്ക് ഉണ്ടാവുക, ഇതിന്റെ ഡൊമെയിൻ ഉണ്ടാവുക. എഫ് ഇൻവേഴ്സ് എവിടുന്ന ഉണ്ടാവുക, എഫ് ഓഫ് ഐ എന്ന് പറയുന്ന ഇതിന്റെ ഡൊമെയിൻ നേടത്തേക്കാണ് ഉണ്ടാവുക, ഐയിലേക്കാണ് ഫംഗ്ഷൻ ഉണ്ടാവുക. അപ്പൊ നമ്മള് ഇവിടെയുള്ള ഫംഗ്ഷന് രണ്ടാൾക്കാർക്ക് ഒരു ഇമേജ് വന്നാൽ നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ തിരിച്ചു പറയുന്ന സമയത്ത് ഇവിടെ എന്ത് വരും, ഒരാൾക്ക് 2 ഇമേജ് ഈ സൈഡിലേക്ക് വരും. അപ്പൊ ഫംഗ്ഷൻ അല്ലാതിരിക്കും. ഫംഗ്ഷന്റെ കേസ് തന്നെയാണ്, ഫംഗ്ഷന്റെ ഡെഫിനിഷൻ തന്നെ എന്താ പറയുന്നത്, 1 and only 1 ഇമേജ് എന്ന് പറയുന്നത്. എവറി എലമെന്റ് ഓഫ് എ അല്ലെങ്കിൽ എവറി എലമെന്റ് ഓഫ് ഡൊമൈൻ ഹാസ് 1 and only 1 ഇമേജ് എന്ന് പറഞ്ഞത്. ഡൊമൈനിലുള്ള എല്ലാ ആൾക്കാർക്കും ഒരാൾക്ക് എന്ത് ഉണ്ടാകാൻ പാടുള്ളൂ, ഒരു ഇമേജേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന കേസിൽ നമ്മളെ ഐന്ന് ആറിലേക്കുള്ള ഫംഗ്ഷൻ എന്താണ്, ഇൻജക്റ്റീവ് അല്ലെങ്കിൽ, ഇൻജക്റ്റീവ് അല്ല എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാർക്ക് ഒന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ഇൻവേഴ്സ് ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് എന്ത് ചെയ്യാനില്ല, മീനിങ്ലെസ് ആയി പോകും. കാരണം എന്താ, ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ രണ്ടാൾക്കാർക്ക് എന്ത് ചെയ്യും, ഒരു ഇമേജ് വരുന്ന പ്രശ്നമില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്തായിരിക്കണം, ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കണം, ആദ്യം ഇൻജക്റ്റീവ് ആയിരിക്കണം. ഇൻജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടൊരു വാക്കാണ്, 1 1 ആയിരിക്കണം. ഒരാൾക്ക് ഒന്നേ വരാൻ പാടുള്ളൂ, രണ്ടാൾക്കാർക്ക് എന്ത് വരാൻ പാടില്ല, 1 1. ഇവിടെ ഒരു 1 ആകുമ്പോ ഇവിടെ ഒരു 1. ഓക്കെ, ഇവിടെ ഒരാളാകുമ്പോൾ ഇവിടെ ഒരാളെ വരാൻ പാടില്ല. അല്ലാതെ ഇവിടെ രണ്ടാൾക്കാർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒന്ന് വരാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ആയാലും മാത്രമേ എന്ത് എക്സിസ്റ്റ് ചെയ്യൂ, ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. ഇനി നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നത് മോണോട്ടോൺ ഫംഗ്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത്. അപ്പൊ മോണോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ, ഫംഗ്ഷൻ ഒന്നിക്കൽ ഇൻക്രീസിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ്, ഡിക്രീസിംഗ് ആയിരിക്കും. ഇനി നിങ്ങൾ ഇവിടെ നോക്കുക, ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്ന് പറഞ്ഞാൽ എന്താ, ഈ ഐയിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് ഇവിടെ ഒരാൾക്ക് വാല്യൂ വരും. x1 എന്ന് പറയുന്നതിന്റെ വാല്യൂ ഇവിടെയാണെങ്കിൽ തൊട്ടടുത്ത ആളുടെ വാല്യൂ എന്തായിരിക്കണം, ഇതിൽ കൂടുതലായിരിക്കണം, ഈക്വൽ ആവാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ഫംഗ്ഷൻ മോണോട്ടോൺ ആണെന്ന് പറഞ്ഞാല് അപ്പൊ ഒന്നുകിൽ ഇൻക്രീസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ഡിക്രീസ് ആയിരിക്കും. അപ്പൊ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരുടെ ഐറ്റിനെക്കാട്ടിയും കൂടുതലായിരിക്കണം തൊട്ടടുത്ത ആൾക്കാരുടെ. ഇവിടെ ഓരോ ആൾക്കാരുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഓരോ ആൾക്കാരുടെയും ഇമേജ് എന്തായിരിക്കണം, ഇൻക്രീസ് ചെയ്യണം. അപ്പൊ രണ്ടാൾക്കാർക്ക് എന്ത് ചെയ്യില്ല, ഒരു ഇമേജ് വരുന്ന ഒരു ചാൻസ് വരില്ല. കാരണം ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആകുമ്പോൾ രണ്ടാൾക്കാരുടെ ഇമേജ് എന്തായാലും ഒന്നും ആവില്ല. കാരണം ഇവിടെ ഒരാളുടെ ഇമേജ് എടുത്താൽ തൊട്ടടുത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായാലും എന്തായിരിക്കും, റിയൽ നമ്പറിൽ തൊട്ടടുത്ത ആ ഐയിലുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലോ കുറവോ ആയിരിക്കും നമ്മൾ എടുക്കുമ്പോൾ. അടുത്ത് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ മുന്നോട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പൊ അവിടെ എന്തായിരിക്കണം, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇമേജും എന്തായിരിക്കണം, ഇതുപോലെ തന്നെ എന്തായിരിക്കണം, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആയിട്ട് വരണം. അപ്പൊ എന്ത് വരും, ഒരു ഫംഗ്ഷൻ എന്താണ്, മോണോട്ടോൺ ആണെങ്കിൽ, സ്ട്രിക്ട്ലി മോണോട്ടോൺ ആണെങ്കിൽ എന്തായിരിക്കും, ആ ഫംഗ്ഷൻ എന്തായിരിക്കും, ഇൻജക്റ്റീവ് ആയിരിക്കും. സ്ട്രിക്ട്ലി മോണോട്ടോൺ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും, 1 1 ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിയണം. ഫസ്റ്റ് പറഞ്ഞത് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ എന്ത് പറയാ, ഇൻവേഴ്സ് പറയാം. ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ റിയൽ നമ്പറിന്റെ സബ്സെറ്റ് ആയ ഐന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവേഴ്സ് ഫംഗ്ഷൻ എവിടുന്ന് എവിടത്തേക്കാണ് ഉണ്ടാവുക, ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്ന എഫ് ഇൻവേഴ്സ് എവിടുന്ന് എവിടത്തേക്കാണ് ഉണ്ടാവുക, എഫ് ഓഫ് ഐ എന്ന് പറയുന്ന ഇതിന്റെ റേഞ്ച് ഉണ്ട്, ഈ റേഞ്ച് ഉണ്ട്. അത് ആരുടെ സബ്സെറ്റ് തന്നെയാണ്, ആറിന്റെ സബ്സെറ്റ് തന്നെയാണ്. അവിടുന്ന് എവിടത്തേക്കാണ് ഉണ്ടാവുക, ഐയിലേക്കാണ് എന്തുണ്ടാവുക, ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ടാവുക. ഇനി ഇത് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആവണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ എഫ് എന്തായിരിക്കണം, ഇൻജക്റ്റീവ് ആയിരിക്കണം. ഓക്കെ,
ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചത്, നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കാര്യം മുന്നേ പഠിച്ചത്. പക്ഷെ നമ്മൾ ഇവിടെ ഇതിന്റെ കൂടെ അഡീഷണലി ചേർക്കുന്ന ഒരു കാര്യം എന്താണ്, മൊണോട്ടോൺ എന്ന് പറയുന്ന ഒരു കാര്യം ചേർക്കുന്നത്. മൊണോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിക്ക് ഫംഗ്ഷൻ ഇൻക്രീസിങ് അല്ലെങ്കിൽ എന്താണ് ഡിക്രീസ്. ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ, സ്ട്രിക്ട്ലി മൊണോട്ടോൺ ആണെങ്കിൽ എന്താണ്, ഇവിടെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്, ഒരു വാല്യൂ ഫംഗ്ഷൻ വാല്യൂ ഇവിടെയാണെങ്കിൽ തൊട്ടടുത്തുള്ള ഫംഗ്ഷൻ വാല്യൂ എന്തായിരിക്കും, അതിൽ കൂടുതലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാണ്, ഒരാൾക്കാർക്കും രണ്ടുപേർക്ക് എന്തുണ്ടാവില്ല, ഒന്ന് വരാനുള്ള ചാൻസ് ഇല്ല. രണ്ടുപേർക്ക് ഒന്ന് വരാതിരിക്കുന്നത് തന്നെയാണ് എന്ത്, ഇൻജെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി മൊണോട്ടോൺ ആണെങ്കിൽ, ഡിക്രീസിംഗും അതേപോലെ തന്നെയാണ് വരിക. സ്ട്രിക്ട്ലി മൊണോട്ടോൺ ആണെങ്കിൽ, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് അല്ലെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണെങ്കിൽ എന്തായിരിക്കും, ഫംഗ്ഷൻ എന്തായിരിക്കും, ഇൻജെക്റ്റീവ് ആയിരിക്കും. ഇൻജെക്റ്റീവ് ആണെങ്കിൽ അതിന് എന്ത് എക്സിസ്റ്റ് ചെയ്യും. ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇൻവേഴ്സ്, നമുക്ക് ഇൻവേഴ്സ് തിയറം. ഇതാണ് നമ്മൾ പറയാൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കണ്ടിന്യൂസ് ഇൻവേഴ്സ് തിയറം ആണ്. നമുക്ക് നോക്കാം എന്താണ് തിയറം എന്ന്. സ്റ്റേറ്റ്മെന്റ്, ലെറ്റ് ഐ സബ്സെറ്റ് ആർ. ഐ എന്ന് പറയുന്നത് റിയൽ നമ്പറിന്റെ ഒരു സബ്സെറ്റ് ആണ്. ബി ആൻ ഇന്റർവൽ, അതൊരു ഇന്റർവൽ ആണ്. ആൻഡ് ലെറ്റ് എഫ് ഫ്രം ഐ ടു ആർ ബി സ്ട്രിക്ട്ലി മോണോട്ടോൺ. ഇനി എന്താണ്, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഐന്ന് ആറിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. അതെന്താണ്, സ്ട്രിക്ട്ലി മൊണോട്ടോൺ ആണ്. സ്ട്രിക്ട്ലി മൊണോട്ടോൺ എന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ ഇൻക്രീസിംഗ് ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും, ഡിക്രീസിംഗ് ആയിരിക്കും. ആൻഡ് കണ്ടിന്യൂസ് ഓൺ ഐ. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്, എഫ് ഐ എന്ന് പറയുന്നത് ആറിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഇനി എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഐന്ന് ആറിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷന് രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നെന്താണ്, അത് മൊണോട്ടോൺ ആണ്, അതുപോലെ അതെന്താണ്, കണ്ടിന്യൂസ് ആണ്. അത് ഐയില് കണ്ടിന്യൂസും ആണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, then the function g in g. ഇനി എന്താണ്, വേറൊരു ഫംഗ്ഷൻ ആണ് g എന്ന് പറയുന്നത്, ഇൻവേഴ്സ് ടു എഫ്. എഫിന്റെ ഇൻവേഴ്സ് ആണ് ആര്, g എന്ന് പറയുന്നത്. ഈസ് സ്ട്രിക്ട്ലി മോണോട്ടോൺ ആൻഡ് കണ്ടിന്യൂസ് ഓൺ j ഈക്വൽ ടു എഫ് ഓഫ് ഐ. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ഐ എന്ന് പറയുന്ന ഒരു ഇന്റർവെല് ആറിന്റെ സബ്സെറ്റ് ആണ്. ഇനി എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, ഐന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതെന്താണ്, മൊണോട്ടോൺ ആണ്. മൊണോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിക്കൽ ഇൻക്രീസിംഗ് അല്ലെങ്കിൽ എന്താണ്, ഡിക്രീസിംഗ്. ഇനി അതുപോലെ അതെന്താണ്, കണ്ടിന്യൂസ് ആണ്. അതിന്റെ ഡൊമൈനിൽ ഐയിൽ എന്താണ്, കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്, അതിന് ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അതിനൊരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ജി എന്ന് പറയുന്ന ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ആ ഇൻവേഴ്സ് എന്താണ്, മൊണോട്ടോണും ആണ്, അതുപോലെ എന്താണ്, കണ്ടിന്യൂസ് ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് ഐ എന്ന് പറയുന്ന ഒരു ഇന്റർവെല്, ഇവിടെ എന്താണ് ആർ എന്ന് പറയുന്ന ഇത്. അപ്പൊ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് അത് എവിടത്തേക്ക് പോകും, അതിന്റെ ഇമേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫ് ഓഫ് ഐ എന്ന് പറയുന്നത്. അപ്പൊ ഈ എഫ് എന്ന് പറയുന്നത് എന്താണ്, എഫ് മൊണോട്ടോണും ആണ്, കണ്ടിന്യൂസും ആണ്. എഫ് എന്താണ്, ഒന്നിക്കൽ ഇൻക്രീസിംഗ് അല്ലെങ്കിൽ ഡിക്രീസിംഗ് ആയിരിക്കും, അതുപോലെ എന്താണ്, കണ്ടിന്യൂസ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ തിരിച്ചിട്ട് എന്താണ്, എഫ് ഓഫ് ഐ എന്ന് പറയുന്ന സെറ്റ് എന്താണ്, അതാണ് നമ്മൾ ജെ എന്ന് വിളിക്കുന്നത്. ജെ ഈക്വൽ ടു എഫ് ഓഫ് ഐ ആണ്. ഇവിടുന്ന് എന്താണ്, ഐയിലേക്കുള്ള ഫംഗ്ഷൻ, അതിനെ നമ്മൾ ജി എന്നാണ് വിളിക്കുന്നത്. അത് ശരിക്കാരാണ്, എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്നാ പറയുന്നത്, മൊണോട്ടോൺ ആൻഡ് കണ്ടിന്യൂസ് എന്നാണ് പറയുന്നത്. ആ ഫംഗ്ഷനും എന്തായിരിക്കും, ഇതിന്റെ ഇൻവേഴ്സും എന്തായിരിക്കും, മൊണോട്ടോണും കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രൂഫിലേക്ക്. അപ്പൊ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം, നമ്മുടെ അസംഷൻ എന്താണ്, അസംഷൻ എന്ന് പറഞ്ഞാല് ഐ എന്ന് പറയുന്നത് ആറിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഇനി എഫ് എന്ന് പറഞ്ഞാൽ ഐന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ എന്താണ്, സ്ട്രിക്ട്ലി മൊണോട്ടോൺ ആണ്. സ്ട്രിക്ട്ലി മൊണോട്ടോൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആവാ അല്ലെങ്കിൽ എന്താവാ, സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആവാ, അതുപോലെ തന്നെ അത് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് മൊണോട്ടോൺ എന്നുള്ളതിൽ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, വി കൺസിഡർ എഫ് ഇസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്. നമ്മള് എഫ് എന്താണ്, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്തു. കാരണം മൊണോട്ടോൺ ആണെന്ന്, സ്ട്രിക്ട്ലി മൊണോട്ടോൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് അതെന്താവും, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓർ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് രണ്ടും ആവാം. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്തു, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്നുള്ളത് നമ്മൾ ഇങ്ങ് എടുത്തു. എന്നിട്ട് അത് വെച്ചിട്ടാണ് അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻക്രീസിംഗ് ആയാലുള്ള കാര്യമാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് എന്താ പറയാൻ പറ്റും, ഡിക്രീസിംഗിന്റെ കാര്യം പറയാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത് എന്താണ്, ഇൻക്രീസിംഗിലുള്ള കാര്യമാണ്, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്നുള്ള കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിക്രീസിംഗ് തിരിച്ച് അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തു എഫ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോണോട്ടോൺ തന്നെയാണ്. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം നമുക്ക് ഇവിടെ സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്യാം. പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മളുടെ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ആരുടെ ഇൻവേഴ്സ് ആണ്, എഫിന്റെ ഇൻവേഴ്സ് ആണ്. അത് എവിടുന്നാ പോകുന്നത്, ജെ എന്ന് ഐയിലേക്കാണ്. ജെ എന്ന് പറഞ്ഞാൽ ആരാ, എഫ് ഓഫ് ഐ ആണ്. ജെ എന്ന് ഇവിടത്തേക്ക് ഐയിലേക്കുള്ള ഈ ഫംഗ്ഷൻ എന്താണെന്നാ പ്രൂവ് ചെയ്യേണ്ടത്, മോണോട്ടോൺ ആണെന്നും അതുപോലെ എന്താണ്, കണ്ടിന്യൂസ് ആണെന്നുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, കണ്ടിന്യൂസ് ആണെന്നുമാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളാ പ്രൂവ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് എന്താ പറയണം,
ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്ന് പറയണം? കണ്ടിന്യൂസ് ആണെന്നും മൊണോട്ടോൺ ആണെന്നും നമുക്ക് പറയാം. ഇനി നമ്മൾ പ്രീവിയസ് ആയിട്ടൊരു ഇനി ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? എഫ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. സിൻസ് എഫ് ഇസ് കണ്ടിന്യൂസ്, എഫ് കണ്ടിന്യൂസ് ആയ കാരണം ഉള്ളതുകൊണ്ട് എന്താണ്? സിൻസ് ഫോർ ദ റീസൺ ദാറ്റ് എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് ഐ അല്ലെങ്കിൽ ജെ ഈസ് കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഇംപ്ലൈസ് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് ഐ ഈസ് കണ്ടിന്യൂസ്, എഫ് ഓഫ് ഐ ഈസ് ഇന്റർവൽ എന്ന് പറയാൻ പറ്റും. എഫ് ഓഫ് ഐ ഈസ് ഇന്റർവൽ എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് എഫ് ഓഫ് ഐ എന്ന് പറയുന്നത്? എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഐയുടെ ഇമേജ് അല്ലെങ്കിൽ ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഇമേജ് സെറ്റ് ആണ്. അത് ഇന്റർവൽ ആണെന്ന് പറയാൻ പറ്റും. അതിനുള്ള കാരണം എന്താണ്? അതിന്റെ കാരണമാണെന്ത്? പ്രിസർവേഷൻ ഓഫ് ഇന്റർവൽ തിയറം എന്ന് പറയുന്നത്. പ്രിസർവേഷൻ ഓഫ് ഇന്റർവൽ തിയറം. എന്താ പ്രിസർവേഷൻ ഓഫ് ഇന്റർവൽ തിയറം പറയുന്നത്? പ്രിസർവേഷൻ ഓഫ് ഇന്റർവൽ തിയറം ഇങ്ങനെയാണ് പറയുന്നത്. എന്താണ്? ഐ എന്ന് പറയുന്നത് എന്താണ്? ആറിന്റെ സബ്സെറ്റ് ആണ്. ഐ എന്ന് പറയുന്നത് ഇഫ് ഐ ഇസ് എ സബ്സെറ്റ് ഓഫ് ആർ അല്ലെങ്കിൽ ലെറ്റ് ഐ ഇസ് എ സബ്സെറ്റ് ഓഫ് ആർ ബി ആൻ ഇന്റർവൽ. അതൊരു ഇന്റർവൽ ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ്? എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ്? എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? ഇന്റർവൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് പ്രിസർവേഷൻ ഓഫ് ഇന്റർവൽ തിയറം. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചതാണ്. ഐ എന്ന് പറയുന്ന ആറിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഇനി എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഐ എന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇമേജ് സെറ്റ് ആണ്, ഇമേജുകളുടെ കളക്ഷനെയാണ് നമ്മൾ എഫ് ഓഫ് ഐ എന്ന് പറയുന്നത്. ഇനി എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് ഐ എന്താണ്? ഇന്റർവൽ ആണെന്നാണ് ആര് പറയുന്നത്? പ്രിസർവേഷൻ ഓഫ് ഇന്റർവൽ തിയറം പറയുന്നത്. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് ഐ എന്ന് പറയുന്ന ഇന്റർവൽ ആണെന്ന് പറയാൻ പറ്റും. എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ആരാ? ജെ ഈക്വൽ ടു എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും? ഇന്റർവൽ ആണെന്ന് പറയാൻ പറ്റും. കാരണം എന്താ? എഫ് കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അതിൽ നടന്നു. കാരണം എന്താ? ഐ സബ്സെറ്റ് ഓഫ് ആർ ആണ്. അതിൽ എഫ് ഐ ആറിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് എന്ത് വരും? എഫ് കണ്ടിന്യൂസും കൂടി ആവുമ്പോൾ എന്താ? എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് ഇന്റർവൽ ആവും. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? പ്രിസർവേഷൻ ഓഫ് ഇന്റർവൽ തിയറം ഉള്ളത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ. ഇനി എന്താണ്? എഫ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്. നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. എന്താണ്? സിൻസ് എഫ് ഇസ് ഫോർ ദ റീസൺ ദാറ്റ്, ഈ ഒരു റീസൺ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അടുത്തത് പറയുന്നത് എന്നാണ്. സിൻസ് എഫ് ഇസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്. കാരണം നമ്മൾ അസ്യൂം ചെയ്തതാണ് സ്ട്രിക്ട്ലി മോണോട്ടോൺ എന്ന് പറഞ്ഞതുകൊണ്ട്. അതുപോലെ എന്താണ്? സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്. എഫ് എന്താണ്? സിൻസ് എഫ് ഇസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഇംപ്ലൈസ്, ഈ റീസൺ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ പറഞ്ഞു, നേരത്തെ ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെങ്കിൽ, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡൊമൈനിലുള്ള ഒരു വാല്യൂ എടുത്തു, അതിന്റെ തൊട്ടടുത്ത് ആ വാല്യൂന്റെ ഇമേജ് എടുത്തു, തൊട്ടടുത്ത വാല്യൂന്റെ ഇമേജ് എടുക്കുമ്പോൾ അതിൽ കൂടുതലായിരിക്കും, അടുത്ത് എടുക്കുമ്പോൾ അതിൽ കൂടുതൽ. അപ്പോൾ ഒരാൾക്കും എന്തുണ്ടാവില്ല, രണ്ടെണ്ണം ഒരുപോലെയുള്ളത് വരാൻ ചാൻസ് ഇല്ല. കാരണം ഇമേജുകളൊക്കെ എന്തായാലും കൂടി വരികയ്യ. ഒരാൾക്കും എന്തില്ല ഈക്വൽ ആവുന്ന കേസ് ഉണ്ടാവില്ല. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആവും. ഇൻക്രീസിംഗ് ആണെന്ന് പറയുമ്പോൾ എന്താവാ ഈക്വൽ ആവും. പക്ഷെ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് അല്ലെങ്കിൽ സ്ട്രിക്ട്ലി മോണോട്ടോൺ ആണെന്ന് പറയുന്ന സമയത്ത് എന്ത് വരില്ല, അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അങ്ങനെ വരാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഡിഫറെന്റ് ഇമേജ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? Therefore, F is ഇൻജെക്റ്റീവ് എന്ന് പറയാൻ പറ്റും. എഫ് എന്താണ്? ഇൻജെക്റ്റീവ് ആണ്. കാരണം എന്താ? എല്ലാ ആൾക്കാർക്കും വേറെ വേറെ ഇമേജ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഇൻജെക്റ്റീവ് ആണ്. ഇനി എഫ് ഇൻജെക്റ്റീവ് ആണെങ്കിൽ ഇതിന് എന്ത് എക്സിസ്റ്റ് ചെയ്യും? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഒരു ഫംഗ്ഷൻ 1 ആണെങ്കിൽ എന്ത് വരും? അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. എവിടുന്ന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക? എഫ് ഓഫ് ഐ. അതിന്റെ ഇമേജ് സെറ്റ് നിന്ന് തിരിച്ച് ഇതിന്റെ ഡൊമൈനിലേക്ക്, എഫിന്റെ ഡൊമൈനിലേക്ക് എന്ത് ചെയ്യും? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? Therefore, there exists an inverse G is equal to F inverse from എവിടുന്നാണ്? F of I to എന്താണ്? I. F of I എന്ന് പറഞ്ഞാൽ J എന്ന് ഐയിലേക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എന്ത് വരും? എക്സിസ്റ്റ്. Therefore, inverse exist. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? there is a function f എന്ന് പറയുന്ന ഒരു ഇൻവേഴ്സ് g എന്ന് പറയുന്ന ഇൻവേഴ്സ്, എഫിന്റെ ഇൻവേഴ്സ് g എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യും. അതെന്താണെന്നും കൂടി പറയണം. കണ്ടിന്യൂസ് ആണ്, സ്ട്രിക്ട്ലി മോണോട്ടോണോ ആണ്, കണ്ടിന്യൂസ് ആണെന്നും പറയണം. അപ്പൊ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നവരെ വരെ കിട്ടി. ഇനി നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇത് സ്ട്രിക്ട്ലി മോണോട്ടോൺ ആണ്, അതുപോലെ എന്താണ്? കണ്ടിന്യൂസ് ആണെന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം? പറയണം. അപ്പൊ ഇതുവരെ എന്തായി?
ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് വരെ നമുക്ക് കിട്ടി. ഇനി we claim that g is strictly increasing. നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലെയിം ചെയ്യുന്നു ജി എന്താണ്? സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് എന്ത്? ജി സ്ട്രിക്ട്ലി ഇൻക്രീസിംഗും കണ്ടിന്യൂസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു? ക്ലെയിം ചെയ്തു ജി എന്താണ്? സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്ന് നമ്മൾ ക്ലെയിം ചെയ്തു. ഇനി നമ്മളത് പ്രൂവ് ചെയ്താൽ മതി. നമ്മൾ ക്ലെയിം ചെയ്യാന്നാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു ജി ഇൻക്രീസിംഗ് ആണ്. ഇനി എന്ത് ചെയ്യാണ്? ജി ഇൻക്രീസ് ആവാതിരിക്കാനുള്ള കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ എന്ത് ചെയ്യാണ്? നമുക്ക് നോക്കാം. Indeed, if y1, y2 belongs to i. g എന്ന് പറഞ്ഞാൽ എവിടുന്ന് എവിടത്തേക്കുള്ള ഫംഗ്ഷൻ ആണ്? g എന്ന് പറഞ്ഞാല് ജെന്ന് ഐയിലേക്കുള്ള, ജെ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഐ ഐയിലേക്കുള്ള ഫംഗ്ഷൻ ആണ് g എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? y1, y2 belongs to j വിത്ത് എന്താണ്? വിത്ത് y1 less than y2. y1 less than y2 നമ്മൾ ഇങ്ങനെ എടുത്തു. എന്താണ്? y1 ഉം y2 ജയിലുള്ള രണ്ട് എലമെന്റ്സ് ആണ്. ഇനി എന്താണ്? y1 less than y2 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? then y1 is equal to f of x1, y2 is equal to f of x2. y2 equal to f of x2 for some x1, x2 belongs to എന്താണ്? i ആയിരിക്കും. കാരണം എന്താണ്? എഫ് എന്ന് പറഞ്ഞാൽ എവിടുന്ന് എവിടത്തേക്കാ? എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐന്ന് ആറിലേക്കുള്ളതാണ്. ഇനി ജി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യാണ്? ഇവിടെയുള്ള രണ്ട് എലമെന്റ്സ് ആണ് ആര്? y1 ഉം y2. ജയിലുള്ള രണ്ട് എലമെന്റ്സ് ആണ് ആര്? y1 ഉം y2. ഇനി ഇവിടെ എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെ ഉണ്ടാവുക. എഫ് എന്ന് പറഞ്ഞാൽ എവിടുന്ന് എവിടത്തേക്ക് പോയി? ഐന്ന് ആറിലേക്ക് പോയി. ഇനി ആറിന്റെ സബ്സെറ്റ് ആണ് ആര്? ജെ എന്ന് പറയുന്നത്. അത് എവിടുന്ന് എവിടത്തേക്ക് വന്നു? ജിന്ന് ഐയിലേക്ക്, സോറി ജി അല്ല ജെന്ന് ഐയിലേക്ക്. അപ്പൊ എന്ത് വന്നു? അപ്പൊ നമ്മള് ഇവിടെയുള്ള ഒരാളെ എടുത്ത് അവരെങ്ങനെയുണ്ടാവുക? ഇവിടെയുള്ള ഒരാളുടെ ഇമേജ് ആയിട്ടുണ്ടാവുക. ഇവിടുന്ന് ഇവിടത്തേക്ക് വന്നു, നടന്ന് വീണ്ടും തിരിച്ചിങ്ങോട്ട് വന്നതാണ്. അപ്പൊ എന്താണ്? ഇതിന്റെ അകത്ത് ജയിലുള്ള ആൾക്കാർ എങ്ങനെയുണ്ടാവും? എഫ് ഓഫ് x1, എഫ് ഓഫ് x2, അതായത് ഐയിലുള്ള ആൾക്കാരുടെ ഇമേജ് ആയിട്ടാണ് വരിക. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്തു? y1, y2 എന്ന് വിളിച്ചു. ഇനി അവര് നമ്മളെന്താ ക്ലെയിം ചെയ്തിരിക്കുന്ന ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? അല്ലെങ്കിൽ ഈ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്ന് പറഞ്ഞാൽ, ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്നാണ് നമ്മൾ ക്ലെയിം ചെയ്തത്. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെയുള്ള ഏത് രണ്ടാളും എടുത്താലും അവരെന്താണ്? ഇവിടെയുള്ള രണ്ടാളും എടുക്കുമ്പോൾ നമ്മൾ y1 എടുത്തു, y1 ഉം y2 എടുത്തു. അവരെന്താണ്? y1 less than y2 ആണെങ്കിൽ അവരുടെ ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇമേജ് ആയ എഫ് ഓഫ് y1 ലെസ് ദാൻ എന്തായിരിക്കണം? എഫ് ഓഫ് y2 ആയിരിക്കണം. ഇനി നിങ്ങൾ നോക്കുക, ഇവിടുന്ന് രണ്ടാൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ ആരായിരിക്കും? ഇവിടെയുള്ള ഏതോ രണ്ടാൾക്കാരുടെ ഇമേജ് ആയിരിക്കും. ഇവിടെയുള്ള y1, y2 എന്ന് പറഞ്ഞാൽ എന്താ? y1 is equal to f of x1, ഏതോ ഒരാളുടെ ഇമേജ്. അതുപോലെ y2 എന്ന് പറഞ്ഞാൽ എന്താ? ഏതോ ഒരാളുടെ ഇമേജ്. അതാരാണ്? x2 ന്റെ ഇമേജ് ആണ് ആര്? എഫ് ഓഫ് y2 എന്ന് പറയുന്നത്. സോറി, y2 എന്ന് പറഞ്ഞാൽ ആരുടെ ഇമേജ് ആണ്? x2 ന്റെ. എഫ് ഓഫ് x2 എന്ന് പറയുന്നതാണ് ആര്? y2. അപ്പൊ നമുക്ക് കിട്ടി എന്താണ്? y1 ഉം y2 നമ്മൾ ഇതിന്റെ അകത്ത് എടുത്തു. അവരെന്താണ്? y1 less than y2 ആണ്. ഇനി എന്ത് ചെയ്യുന്നു? y1 is equal to എന്താണ്? എഫ് ഓഫ് x1 ആയിരിക്കും. അതുപോലെ എന്താണ്? y2 is equal to എഫ് ഓഫ് x2 ആണ്. for some x1, x2 belongs to i. ഇനി എന്താണ്? ഇതിന്റെ കൂടെ ഇവിടെ എന്താണ്? ഇനി we must have x1 less than x2 ആയിരിക്കും. we must have x1 less than x2 ആയിരിക്കും. അതായത് നമ്മളിവിടെ ക്ലെയിം ചെയ്തു ജി എന്ന് പറയുന്നത് എന്താണ്? സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്ന് നമ്മൾ ക്ലെയിം ചെയ്തു. അപ്പൊ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് നടക്കേണ്ടത്? ജി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അവിടത്തേക്കുള്ളതാണ്, ജെന്ന് ഐയിലേക്കുള്ളതാണ്. ജയിലുള്ള രണ്ടാൾക്കാരെ എടുത്തു. y1 less than y2 ആണെങ്കിൽ അവരുടെ ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? g of y1 ആണ്. g of y1 less than g of y2 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. g of y1 is less than g of y2 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ഇവിടെയുള്ള രണ്ടാൾക്കാരെ എടുക്കുമ്പോൾ അവരെന്താണ്? y1, y2 ആണെങ്കിൽ അവരെന്ത് വരും? ഇവിടെയുള്ള ഏതോ ആളുടെ ഇമേജ് ആയിരിക്കും. അതാണ് ആര്? എഫ് ഓഫ് x1 ഉം എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എഴുതി. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എന്താണ്? വി മസ്റ്റ് ഹാവ് x1 less than x2 ആയിരിക്കും. x1 less than x2 ആയിരിക്കും. അതായത് ഇവിടെ y1 less than y2 ആണെങ്കിൽ എന്താണ്? x1 less than x2 ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നോക്കാം എങ്ങനെയാണോ എന്നുള്ളത്. എന്താണ്? ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്താ വരിക? അതർവൈസ്. അപ്പൊ ഇങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. x1 less than x2 എന്നാണ് പറഞ്ഞത്. അങ്ങനെ അല്ലെങ്കിൽ എന്താ വരിക? അതർവൈസ് എന്ത് വരും?
x1 is greater than x2 എന്ന് വരും. x1 is greater than x2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? x1 is greater than x2 എന്ന് പറഞ്ഞാൽ എന്താണ്? f എന്താണ്? സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്, സ്ട്രിക്ട്ലി മോണോട്ടോൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ എടുത്തത് എന്താണ്? f സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് കിട്ടും? ദിസ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? f of x1 is greater than f of x2 എന്ന് കിട്ടും. f of x1 is greater than x2 എന്ന് കിട്ടും. Since f is strictly increasing, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്നുള്ള നമ്മുടെ അസെപ്ഷൻ ഉള്ളത് കൊണ്ട് എന്ത് വരും? നമുക്ക് ഇത് കിട്ടും. ഇങ്ങനെ നടക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടുന്നതാണ് പറഞ്ഞത്. നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x1 less than x2 എന്ന് കിട്ടും. ഇനി അങ്ങനെ കിട്ടൂലെങ്കിലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ തന്നെ ആവണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ അല്ലെങ്കിൽ എന്താണ്? x1 is greater than x2 എന്ന് വരും. x1 is greater than x2 എന്ന് പറഞ്ഞാൽ എന്താണ്? x1 is greater than x2 എന്ന് പറഞ്ഞാൽ f ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്ത് വരും? ഇതിന്റെ ഫംഗ്ഷൻ വാല്യൂ ആണ് കൂടുതലുണ്ടാവും. ഇത് കിട്ടും. ഇതിന്റെ അകത്ത് നമുക്ക് എന്താ കിട്ടുക? y1 f of x1 എന്ന് പറഞ്ഞാൽ y1 ആണ്. y1 is greater than y2 എന്നാണ്. y1 is greater than y2 എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രഡിക്ഷൻ ആണ്. ആർക്ക് കോൺട്രഡിക്ഷൻ ആണ്? ഇതിന് കോൺട്രഡിക്ഷൻ ആണ്. ഓക്കെ, ഇത് നമ്മൾ എടുത്തതാണ്. y1 less than y2 എന്ന് പറഞ്ഞിട്ട് എടുത്തത്. നമ്മളിവിടെ ക്ലെയിം ചെയ്തു വന്നിട്ട് നമ്മൾ എന്തെടുത്തു? ഇതിലുള്ള രണ്ട് ആൾക്കാരാണ് ആര്? y1 ഉം y2 ഉം. എന്താണ്? y1 is less than y2 ആവുന്ന രീതിയിൽ നമ്മൾ എടുത്തു. അപ്പൊ അങ്ങനെ എടുത്തപ്പോ എന്ത് വരും? y1 എന്ന് പറഞ്ഞാൽ ഏതോ ഒരു x1 ന്റെ ഇമേജ് ആയിരിക്കും ആര്? y1 എന്ന് പറയുന്നത്. f of x1 എടുത്തു. y2 എന്ന് പറഞ്ഞാൽ ഏതോ ഒരു x2 ന്റെ ഇമേജ് ആയിരിക്കും ആര്? f of x2 എന്ന് പറഞ്ഞാൽ അത് രണ്ടും എടുത്തു. ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ എന്ത് പറയാം? x1 x2 എന്താണ്? x1 less than x2 ആയിരിക്കും. അതിനുള്ള കാരണം എന്താ? y1 less than y2 ആയതുകൊണ്ട് ആ എടുത്തിരിക്കുന്ന ഇമേജ് അല്ലെങ്കിൽ എന്താണ്? x1 less than x2 ആയിരിക്കണം. ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്താണ്? അങ്ങനെ അല്ലെങ്കിൽ എന്താണെന്നാ പറയുന്നത്? അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്? Which is a contradiction. എന്താണ്? Which is a contradiction to the fact that എന്താണ്? ഫാക്ട് ഏത് ഫാക്ടിനാണ്? y1 less than y2 എന്ന് പറയുന്നത് അതിന് എന്താണ്? കോൺട്രഡിക്ഷൻ ആണ്. അപ്പൊ ഏതാ നടക്കുക? ഇതാണ് എന്ത്? ശരി, x1 less than x2 ആണ്. അപ്പൊ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന കാര്യം എന്താണ്? നമ്മൾ ജെന്ന് ഏത് രണ്ടാളെ എടുത്താലും എന്താണ്? അവരിങ്ങനെയും കൂടി ആണെങ്കിൽ y1 less than y2 ആണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? അതില് രണ്ടാൾക്കാരെ കാണാൻ പറ്റും. x1 x2 എന്ന് പറയുന്നത് അവരുടെ ഇമേജ് ആയിരിക്കും y1 y2. കാരണം എന്താ? j എന്ന് പറഞ്ഞാൽ f of i ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ f of i എന്ന് പറഞ്ഞാൽ ജയിലുള്ള ഏത് രണ്ടാൾ എടുത്താലും അതിൽ നമുക്ക് രണ്ടാളെ കാണാൻ പറ്റും. അവരുടെ ഇമേജ് ആണ് ആര്? y1 ഉം y2 എന്നാണ്. ഇനി എന്താ കിട്ടുന്നത്? y1 less than y2. y1 less than y2 എന്ന് പറഞ്ഞാൽ f of x1 less than f of x2 ആണെങ്കിൽ എന്തായിരിക്കും? x1 less than എന്തായിരിക്കും? x2 ആയിരിക്കും. അത് എന്തുകൊണ്ടാണ്? f സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും. x1 less than x2 ആണെന്ന്. x1 less than x2 ആണ്. അപ്പൊ ഇതാണ് ശരി. x1 less than x2 എന്ന് പറഞ്ഞാൽ x1 less than x2 ആണ് എന്ത്? കറക്റ്റ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യം എന്താണ്? കിട്ടിയിരിക്കുന്ന കാര്യം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്? ജെന്ന് രണ്ട് ആൾക്കാർ എടുത്തു. എന്താണ്? y1, y2 belongs to j with എന്താണ്? y1 less than y2 ആണെങ്കിൽ എന്ത് വരും? എന്താണ്? y1 is equal to എന്താണ്? f of x1 ആണ്. അതുപോലെ എന്താണ്? y2 is equal to എന്താണ്? f of x2 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? നമുക്ക് ഈ g എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം ഇതാണ്. എന്താണ്? g of y1 is less than g of y2 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ മതി. ഓക്കെ, മോണോട്ടോൺ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ അതിലേക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കാം. നമുക്ക് ഇതിന്റെ അത് ഇങ്ങനെ എടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടി? x1 is less than x2 എന്ന് നമുക്ക് കിട്ടി. ഇത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ കൺക്ലൂഡ് ചെയ്താൽ എന്ത് വരും? ഇതിന്റെ മുകളിൽ നമ്മൾ g അപ്ലൈ ചെയ്താൽ എന്താ വരിക? g of y1 എന്ന് പറഞ്ഞാൽ എന്താ? g of y1 എന്ന് പറഞ്ഞാൽ ആരാണ്? g of y1 എന്ന് പറഞ്ഞാൽ ആരാ? ഇതിന്റെ മുകളിൽ g അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ശരിക്കും നിങ്ങൾ നോക്കിയേ, ഇവിടെ ഇങ്ങനെയാണ് ഫംഗ്ഷൻ. ഇത് i, ഇതെന്താണ്? അതിന്റെ ഇമേജ് സെറ്റ് f of i. ഇനി f of i എന്ന് പറയുന്നതാണ് ആര്? j. j എന്ന് തിരിച്ചു വീണ്ടും എടുത്തേക്കാ പോകുന്നത്? i-ലേക്ക് തന്നെയാണ് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചിങ്ങനെ എടുക്കാം. അപ്പൊ ഇവിടെ നിന്ന് എന്താ ചെയ്യാ? ഒരു x1 എടുത്തിട്ട് ആ x1 f എന്താക്കി മാറ്റും? f എന്ന് പറയുന്നത് എന്താക്കി മാറ്റും? y1 ആക്കി മാറ്റുന്നുണ്ട്. f of x1 ആക്കി മാറ്റുന്നുണ്ട്. ഇനി അതിന്റെ മുകളിൽ നമ്മൾ g അപ്ലൈ ചെയ്ത g എവിടെ ഇങ്ങോട്ടാണ് g എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ എന്താ വരിക? g of y1 എന്ന് പറഞ്ഞാൽ ആരാ? g of f of x1 ആണ്. g of f of x1 എന്ന് പറഞ്ഞാൽ ആരാ? ശരിക്കും ആരെയാണ്? ഇതിനെ നേരെ തിരിച്ചെവിടത്തേക്ക് കൊണ്ടുവരിക? y1ലേക്ക് തന്നെ കൊണ്ടുവരിക. തിരിച്ച് ഇങ്ങോട്ട് വരുന്നു എന്നാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ. അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ എന്താ? തിരിച്ച് നേരെ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്താ? g of y1 എന്ന് പറഞ്ഞാൽ ആരാണ്? x1 ആണ്. അതുപോലെ എന്താണ്? g of y2 എന്ന് പറഞ്ഞാൽ ആരാ വരിക? ഇവിടെ എന്താ ചെയ്യുന്നത്? x2 നെ അവിടത്തേക്ക് കൊണ്ടുപോയി f of x2 ലേക്ക് കൊണ്ടുപോയി. അതാരാണ്? y2
2 ആണ്. ആരാ കൊണ്ടുപോയത്? എഫ് ആണ് കൊണ്ടുപോയത്. ഇതിന് ജി എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇതിന്റെ മുകളിൽ ജി എടുത്തു കഴിഞ്ഞാൽ നേരെ തിരിച്ചിട്ട് അവിടത്തേക്ക് തന്നെ വരിക, x2ലേക്ക് തന്നെ വരിക. അപ്പൊ എന്താണ് g of x2 എന്ന് പറഞ്ഞാൽ ആരെ കിട്ടും? സോറി, g of y2 എന്ന് പറഞ്ഞാൽ ആരെ കിട്ടും? x2 കിട്ടും. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? g of y1 is less than g of x2 സോറി g of y2 നേരിക്കൂടെ. എന്തുകൊണ്ടാ? x1 less than x2 ആണ്. അപ്പൊ എന്ത് വരും? g of y1 is less than g of y2. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? Therefore g is strictly increasing. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്. ജി എന്താണെന്ന് കിട്ടി? സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്. ഇതേപോലെ ഡിക്രീസിംഗ് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ക്ലെയിം ദാറ്റ് ജി ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ജെയിലുള്ള രണ്ട് എലമെന്റ്സിനെ എടുക്കുക, y1 ഉം y2. എന്നിട്ട് എന്താണ്? y2 ഈസ് ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ എന്താണ്? y1 ഈസ് ഗ്രേറ്റർ ദാൻ y2 എന്ന് നമ്മൾ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിൽ ചെയ്താൽ അതേപോലെ തന്നെ രണ്ട് എലമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യും. x1 ഉം y1 ഉം എക്സിസ്റ്റ് ചെയ്യും. y1 ഈക്വൽ ടു f of x1, y2 ഈക്വൽ ടു എന്താണ്? f of x2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? തിരിച്ചു കിട്ടും. എന്താണ്? x1 ഈസ് ഗ്രേറ്റർ ദാൻ x2 എന്ന് നമുക്ക് കിട്ടും. ഇനി അതിവിടെ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? g of y1 ഈസ് ലെസ് ദാൻ എന്താണ്? g of y1 ഈസ് ഗ്രേറ്റർ ദാൻ g of y2 എന്ന് കിട്ടും. അപ്പൊ എന്താണ്? g ഡിക്രീസിംഗ് ആണെന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? g എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ്? മോണോട്ടോൺ ആണെന്നും അതുപോലെ എന്താണ്? കണ്ടിന്യൂസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യത്തെ നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് പറയാം? Therefore g is strictly monotone. നമുക്ക് എന്ത് പറയാൻ പറ്റും? Therefore g is strictly monotone. Strictly monotone on g equal to f of I. j equal to f of I. ഇനി എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ജി കണ്ടിന്യൂസ് ആണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ഇറ്റ് ഈസ് റിമൈൻ ടു ഷോ ദാറ്റ് ജി ഈസ് കണ്ടിന്യൂസ് ഓൺ ജെ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് എന്ന് പറഞ്ഞാൽ എവിടുന്ന് അടുത്തേക്ക് ഐന്ന് ആറിലേക്കായിരുന്നു. ഇനി എന്താണ്? എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞത് എന്താണ്? ഇന്റർവൽ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ആര്? ജെ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജി എന്ന് പറഞ്ഞാൽ എവിടുന്ന് എവിടത്തേക്കാ? ജെന്ന് ഐയിലേക്കാണ്. ജെന്ന് ഐയിലേക്ക് എന്ത് വരും? ജി ഓഫ് ജെ എന്ന് പറയുന്നതിന്റെ ഇമേജ്, ജി ഓഫ് ജെ എന്ന് പറയുന്നതിന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഐ ആണ്. ഇതാണ് ഇന്റർവൽ. ഇന്റർവൽ എന്തുകൊണ്ടാ? ഇവിടുന്ന് അങ്ങോട്ട് ഈ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഐന്ന് ആറിലേക്കുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇതിന്റെ ഇമേജ് ആയ എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞത് ഇന്റർവൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും അപ്പുറത്തേക്ക് ഇമേജ് വന്നിട്ടുണ്ട്. ഐയിലുള്ള എല്ലാ ആൾക്കാർക്കും എന്തുണ്ട്? എഫ് ഓഫ് ഐയിലേക്ക് ഇമേജ് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? മുഴുവൻ ആൾക്കാർക്ക്, ഇവിടെയുള്ള മുഴുവൻ ആൾക്കാർക്കും എന്തുണ്ടാവും? ആൻസർ വരും അല്ലെ? ഇവിടെയുള്ള ജയിലുള്ള മുഴുവൻ ആൾക്കാർക്കും എന്ത് വരും? ഇവിടെ എന്താണ്? ആൻസർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്താണ്? എഫ് ഓഫ് ജെ എന്ന് പറയുന്നത്, സോറി, ജി ഓഫ് ജെ എന്ന് പറയുന്നത് ഐ ആണെന്ന് നമുക്കറിയാം. അതെന്താണ്? ഇന്റർവൽ ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി എന്താണ്? കണ്ടിന്യൂസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്യുന്നു. ഇഫ് ജി ഈസ് ഡിസ്കണ്ടിന്യൂസ്, ജി ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് സി ഇൻ ജെ. ജെയിലുള്ള എലമെന്റ് ആണ് ആര്? സി എന്ന് പറയുന്നത്. അവിടെ ആരാണ്? ജി എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കണ്ടിന്യൂസ് ആണ്. അപ്പൊ നമ്മൾ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് എന്ത് ചെയ്തു? അസ്യൂം ചെയ്തു. ഇനി ഒരു പോയിന്റില് ഇത് ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ജമ്പ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുന്നേ പഠിച്ച തിയറങ്ങളുണ്ട്. തിയറത്തിൽ എന്താ പറയുന്നത്? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്ത് വരും? അവിടെ ജമ്പ് 0 ആയിരിക്കും. ജമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജമ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ സിയിലുള്ള ജമ്പ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ജമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി നെഗറ്റീവ് അല്ലെങ്കിൽ എഫ് സി പ്ലസ് ജി മൈനസ് എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി നെഗറ്റീവ് ജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. കാരണം എന്താ? ജമ്പ് ഉണ്ടാവും. ഇപ്പൊ ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ ഇത് ഉണ്ടാവും. എന്താണ്? ഇവിടെ ജമ്പ് ഉണ്ടാവും. ജമ്പ് ഉണ്ടാവുമെങ്കിൽ ഇതിന്റെ നമുക്ക് എന്താ പറയാൻ പറ്റും? ഇത് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇത് ഈക്വൽ ടു 0 എന്നാണ്. ജമ്പ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ ഡിസ്കണ്ടിന്യൂസ് ആകുമ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റും? ഇത് വലുതും ഇത് ചെറുതായിരിക്കും. ഇതിനകത്ത് നമുക്ക് എന്താ പറയാ? Therefore ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി നെഗറ്റീവ് ജി ഈസ് ലെസ് ദാൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പ്ലസ് ജി. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി നെഗറ്റീവ് ലെസ് ദാൻ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പ്ലസ് ജി ന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചൂസ് ചെയ്യാൻ പറ്റും? ഇഫ് വി ചൂസ് എക്സ് നോട്ട് ഈക്വൽ ടു ജി ഓഫ് സി,
ജി ഓഫ് സി അല്ലാത്ത ഒരു എക്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ജി ഓഫ് സി അല്ലാത്ത ഒരു എക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്താ വരിക, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി നെഗറ്റീവ് ജി ഇസ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് ജി. ഇതിന്റെ മീനിങ് എന്താ, ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. സിയില് ഒരു ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, സിയില് ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ എന്താ അവിടെ നിന്നൊരു ബ്രേക്ക് വരുന്നുണ്ട്. അപ്പൊ എന്ത് വരുന്നുണ്ട്, ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റില് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇതിന്റെ ലിമിറ്റിംഗ് പോയിന്റ്, ഈ രണ്ടെണ്ണത്തിന്റെയും ലിമിറ്റിംഗ് പോയിന്റ് അല്ലാത്ത, അതായത് ജി ഓഫ് സി അല്ലാത്ത ഒരു പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താ, കണ്ടിന്യൂറ്റി വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നമ്മൾ എടുക്കും, ഇത് ഇന്റർവൽ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് അതിന് തൊട്ടടുത്തൊരു വാല്യൂ നമുക്ക് കാണാൻ പറ്റും. ജി ഓഫ് സി അല്ലാത്തൊരു വാല്യൂ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന വാല്യൂവിനെ കാണാൻ പറ്റും. ഇതിന്റെ ഇടയിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂവിനെ കാണാൻ പറ്റും. കാരണം ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് സിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വരുമ്പോൾ ഇതൊരു സ്ഥലത്ത് പോകും, അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വരുമ്പോൾ വേറൊരു സ്ഥലത്ത് വരും. ഇതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഗ്യാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സിയുടെ ഫംഗ്ഷൻ വാല്യൂ, ഡിസ്കണ്ടിന്യൂസ് സിയുടെ ഫംഗ്ഷൻ വാല്യൂ അതിന് ഈക്വൽ ആവില്ല, ഒന്നിനും ഈക്വൽ ആവില്ല. അപ്പൊ എന്താണ്, സിയുടെ ഫംഗ്ഷൻ വാല്യൂ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ തൊട്ടിപ്പുറം വരെ എന്നാണ്. അപ്പൊ ഇതിന്റെ തൊട്ടിപ്പുറത്തുള്ള വേറൊരാൾക്ക് ഒരു എക്സ് എന്ന് പറയുന്ന വാല്യൂ ഉണ്ടാവും. ഇത് രണ്ടും അല്ലാത്തൊരു വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജി ഓഫ് സി അല്ലാത്തൊരു വാല്യൂനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ് എന്ന് പറയുന്ന വാല്യൂ, എക്സ് എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടാവും, അതിന്റെ വാല്യൂ എന്ത് കാണാൻ പറ്റും, ഇതുപോലെ നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും, സി എന്ന് പറയുന്ന പോയിന്റ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ലെഫ്റ്റ് നിന്ന് നമ്മൾ സിയിലേക്ക് പോകുമ്പോൾ അതിന്റെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ശരിക്കും ആരുടെ ഗ്രാഫാ, ജിയുടെ ഗ്രാഫാ. ജി എവിടെ നിന്ന് എവിടത്തേക്കാ, ജെന്ന് ഐയിലേക്കാണ്. ജെന്ന് ഐയിലേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരും ജയിലുള്ള ആളെ നമ്മൾ വൈ എന്നാണ് വിളിക്കാറ്. അപ്പൊ എന്താണ്, ഇത് ശരിക്കാരാ, ജെ ഓഫ് വൈ എന്നാണ് പറയുന്നത്. ജെ ഓഫ് വൈകളാണ് ഈ സാധനം ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഇവിടത്തേക്ക് പോകുമ്പോൾ എന്ത് വരും, അതിന്റെ ഒരു ലിമിറ്റിംഗ് വാല്യൂ ഉണ്ടാവും. പിന്നെ എന്താണ്, ഇങ്ങനെ വരുമ്പോൾ അതിന്റെ ഒരു ലിമിറ്റിംഗ് വാല്യൂ ഉണ്ട്. ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ഒരു ജമ്പാണ് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ജമ്പാണ് ഉണ്ടാവും. അങ്ങനെയാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഇടയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു എക്സിനെ കാണാൻ പറ്റും. ജി ഓഫ് സി അല്ലാത്ത, ജി ഓഫ് സി വേറെ ഉണ്ടാവും, ജി ഓഫ് സി അല്ലാത്ത വേറൊരു എക്സിനെ കാണാൻ പറ്റും, എക്സിനെ കാണാൻ പറ്റും. ഇതിന്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിനെ കാണാൻ പറ്റും. ആ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ആ എക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ്, ഇതിന്റെ ഫംഗ്ഷൻ വാല്യൂന്റെ ഇടയിൽ. ഇതിന്റെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ജി ഓഫ് ഐകൾ എവിടെ ഉണ്ടാവുക, ഐയിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഈ എക്സിന്റെ പ്രത്യേകത എന്താ, ഈ എക്സിന്റെ പ്രത്യേകത എന്താണ്, എക്സ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു എന്തായിരിക്കും, ജി ഓഫ് ഐ ആയിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നോട്ട് ഈക്വൽ ടു ജി ഓഫ് ഐ ആയിരിക്കും. ഇവിടെയുള്ള ഒരു, ഇത് ജിന്റെ ഡൊമൈൻ ആണ്, ജെ എന്ന് പറയുന്ന വൈകളുള്ള ഡൊമൈൻ ആണ്. ഇതിനകത്തുള്ള ഒരാളുടെ വാല്യൂ എന്ത് വരില്ല, എക്സ് ആവില്ല. ഇതിനകത്തുള്ള ഒരാളുടെ വാല്യൂ എന്താവില്ല, എക്സ് ആവില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ ഈ എക്സ് എന്ന് പറഞ്ഞ ഇതിന്റെ ഇടയിൽ വന്ന ഈ എക്സ് ഉണ്ടല്ലോ, ആ എക്സ് എന്ന് പറയുന്നത് എന്താവില്ല, ഇതിന്റെ അകത്തുള്ള ഈ ജിയുടെ ജി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ ആരാ, ജയിലുള്ള ഒരു വൈയുടെയും ഇമേജ് ആയിട്ട് വരണം. ഫോർ എനി വൈ ബിലോങ്സ് ടു ജെ. ജയിലുള്ള ആരെ എടുത്തു കഴിഞ്ഞാലും ഈ എക്സ് ആ ആളുടെ ഇമേജ് ആയിട്ട് നമുക്ക് കിട്ടൂല. കാരണം ഇവിടെ ജമ്പ് കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് സി എന്ന് പറയുന്ന പോയിന്റ് വരുമ്പോൾ ഇതുവരെ വന്നിട്ട് ലിമിറ്റിംഗ് കേസ് വന്നിട്ട് പിന്നെ ഇത് ഇവിടത്തേക്ക് ജമ്പ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഇടയിൽ കുറെ വാല്യൂസ് ഉണ്ട്. ഇതിന്റെ ഇടയിൽ കുറെ വാല്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതെവിടെയാ വരിക, ഐയിലുള്ള ആളാണ്. ഐ അല്ലേ ഇതിന്റെ ഇമേജ് എന്ന് പറഞ്ഞത് വരുന്ന സ്ഥലം എവിടെയാണ്, ഐയിലേക്കാണ് ഫംഗ്ഷൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഇതിന്റെ ഇടയിൽ ഉള്ള ഒരു വാല്യൂ ആണ് ആര്, എക്സ് എന്ന് പറഞ്ഞത്. പക്ഷെ ഈ എക്സിന്റെ പ്രത്യേകത എന്താ, ഈ എക്സിന് ഇവിടെ ആർക്കും എന്തുണ്ടാവില്ല, ഇമേജ് ആരായിട്ട് വരില്ല, എക്സ് ആയിട്ട് വരില്ല. ജയിലുള്ള ഒരാൾക്കും എന്ത് ചെയ്യില്ല, എക്സ് ഇമേജ് ആയിട്ട് വരില്ല. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ, അപ്പൊ എന്താണ്, ഈ ഐ എവിടെ വരാൻ പാടില്ല, ഈ ഐ എവിടെ വരാൻ പാടില്ല, എക്സിൽ ഉണ്ടാവില്ല. സോറി, ഈ ഐ അല്ല, ഈ എക്സ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവില്ല, ഐയിൽ ഉണ്ടാവില്ല. അതിനുള്ള കാരണം എന്താ, ഇത് ഇന്റർവൽ ആണെന്ന് പറഞ്ഞാൽ ഐയിലുള്ള മുഴുവൻ ആൾക്കാരുടെ എന്ന് പറയുന്നത്. അതിന്റെ അന്നാ തിരിച്ച് നമ്മൾ അങ്ങോട്ട് തിരിച്ചു പറയുന്നത്. അപ്പൊ അങ്ങോട്ട് തിരിച്ചു പറയുമ്പോ എന്ത് വരും, ഐ ഒരു ഇന്റർവൽ ആയതുകൊണ്ട് അതിന്റെ അകത്ത് ഇതിന്റെ ഇടയിൽ ഒരാൾ വരാൻ പാടില്ലല്ലോ. അതിന്റെ ഇടയിൽ വരുന്ന ഒരാള് എന്ത് ചെയ്യാണ്, ഇതിനകത്തുള്ള മുഴുവൻ ആൾക്കാർ, ഐയിലുള്ള മുഴുവൻ ആൾക്കാർക്ക് ഇവിടെ ഇമേജ് കൊടുത്തു. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പറയുമ്പോൾ ഐയിലുള്ള മുഴുവൻ ആൾക്കാർക്ക് ഇമേജ് കൊടുത്തു, അവിടെ തിരിച്ചിങ്ങോട്ട് പറയാണ്. അപ്പൊ നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, സിയിലെ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു എക്സ് കാണാൻ പറ്റും. ആ എക്സിന്റെ പ്രത്യേകത എന്താ, എവിടെയുള്ള ആളുടെ ഇമേജ് ആയിട്ടും അത് വരില്ല. അപ്പൊ ആ എക്സ് എന്ന് പറയുന്നത് എവിടെയും വരാൻ പറ്റില്ല, ഐയിലും വരാൻ പറ്റൂല. കാരണം എന്താ, അതിന് എന്തില്ല, ഇമേജ് ഇല്ല. കാരണം അതിന് ഇവിടെ ഇമേജ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രീ ഇമേജ് എന്നുള്ള രീതിയിൽ ഇവിടെ കാണിക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിന് ഇവിടെ എന്തില്ല, ഇവിടെ നിന്ന് ഒരു മാർക്ക് ഇല്ലാത്തതുകൊണ്ട്, അതായത് ഐന്ന് ആറിലേക്ക് പോകുമ്പോ ഈ എക്സിന് എന്തില്ല, ഇമേജ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ തിരിച്ചു വരുമ്പോ എന്ത് ചെയ്തത്, ഈ എക്സിന്
തിരിച്ചു വരുമ്പോ എന്ത് ചെയ്യുന്നത് ഇതിന് ഇമേജ് വരാത്തത് ഈ അതിന്റെ ഉള്ളിലുള്ള ഒരാൾക്ക്. കാരണം ഇവിടെ ഈ ഫംഗ്ഷൻ ശരിക്കും എങ്ങനെ പോയതാണ്, ഐന്ന് എവിടത്തേക്ക് പോയതാണ്, എഫ് ഓഫ് ഐ എന്ന് പറയുന്ന ജെയിലേക്ക് പോയതാണ്. ഇനി എന്ത് ചെയ്യണം, അത് തിരിച്ചവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, അതിന്റെ ഇടയിലുള്ള ഒരാൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഇവിടെയുള്ള ആൾക്കാർക്ക് ഇമേജ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ ശരിക്ക് ഈ എക്സ് എന്ന് പറയുന്ന ഐയിലുണ്ടെങ്കിൽ അത് നേരെ ഇവിടത്തേക്ക് പോയിട്ടുണ്ടാവും, ജെയിലേക്ക് പോയിട്ടുണ്ട്. ആ ജെയിന് നമ്മൾ തിരിച്ചിങ്ങോട്ട് എടുക്കുമ്പോൾ എന്താണ്, അയാൾ തിരിച്ച് ഇതിന്റെ ഇമേജ് ആയിട്ട് വരും. അപ്പൊ ശരിക്കും എന്താണ്, ഈ എക്സ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവില്ല എന്നാ പറയുന്നത്, ഐയിൽ ഇല്ലാത്തൊരു കേസ് വരും. ഇതെന്തിന് കോൺട്രഡിക്ഷൻ ആണ്, ഐ ഇന്റർവൽ ആണെന്നുള്ളതിന് കോൺട്രഡിക്ഷൻ ആണ്. കാരണം ഐ ഇതിന്റെ ഇടയിൽ വരുന്ന ഒരാളാണ്. കാരണം ഇതിന്റെ തൊട്ട് മുകളിലുള്ള ആൾക്ക് ഇവിടെയുണ്ട്, ഇതിന്റെ തൊട്ട് താഴെയുള്ള ആൾക്ക് ഇവിടെയുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ വരുന്ന ഒരാളാണ് ആര്, എക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, എക്സ് ഈ ഐന്റെ ഉള്ളിലുള്ള ആളാണ്. പക്ഷെ ഇന്റർവെലിന്റെ പ്രത്യേകതയാണ്, ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അങ്ങേയറ്റം വരെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ വരും, ഐയിൽ വരും. അപ്പൊ ഇത് ഏത് ഫാക്ടിന് കോൺട്രഡിക്ഷൻ ആണ്, ഐ എന്ന് പറയുന്നത് ഇന്റർവെൽ അല്ല എന്നുള്ളത്, ഇന്റർവെൽ ആണ് എന്നുള്ളൊരു ഫാക്ടിന് കോൺട്രഡിക്ഷൻ. ആ കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം എന്താണ്, നമ്മൾ ജി ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് എടുത്തതുകൊണ്ടാണ്. അപ്പൊ ജി ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് എടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്, ജിക്ക് ഒരു ജമ്പ് ഉണ്ടാവും, സി എന്ന് പറയുന്ന പോയിന്റിൽ എന്തുണ്ടാവും, ജമ്പ് ഉണ്ടാവും. ജമ്പ് എന്ന് പറഞ്ഞാൽ എന്താ, സിയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വരുമ്പോൾ ഉള്ള ഒരു ലിമിറ്റും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വരുമ്പോൾ ഉള്ള ഫംഗ്ഷൻ വാല്യൂ ആണ് ആര്, ഫംഗ്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവുക, ഐയിലാണ് ഉണ്ടാവുക. ജെന്ന് ഐയിലേക്കാണ്. അപ്പൊ ജിയുടെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവുക, ഐയിലാണ്. അപ്പൊ എന്തുണ്ട്, ഐയിലൊരു ബ്രേക്ക് ഉണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഈ ഗ്യാപ്പിനിടയിൽ എന്തുണ്ട്, ഇന്റർവൽ ആയതുകൊണ്ട് ഗ്യാപ്പിനിടയിൽ കുറെ ആൾക്കാരുണ്ട്, അവരാരാണ്, എക്സുകളാണ്. അപ്പൊ എന്ത് വരും, ഈ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ വരുന്നത് സ്ട്രിക്ട്ലി ലെസ് ദാൻ വരുന്നതുകൊണ്ട് അതിന്റെ ഇടയിൽ നമുക്ക് ഒരു എക്സിനെ കാണാൻ പറ്റും. ഈ എക്സിന്റെ പ്രത്യേകത എന്താ, ഈ എക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ, ഈ എക്സിന് ജെയില് എന്തില്ല, ജെയില് ഒരാളും ഇല്ല, അയാളുടെ ജെ എഫ് ഐ എന്ന് പറയുന്നത് എന്താവുന്ന രീതിയിൽ, എക്സ് ആവുന്ന രീതിയിൽ ഒരാളും ഇല്ല. അപ്പൊ എന്ത് ചെയ്തു, ഇതിന്റെ ഇടയിൽ വന്ന് ഇയാൾക്ക് എന്തില്ല, ഇവിടുന്ന് ഇമേജ് ഇല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താ, ഇതൊരു ഇൻവേഴ്സ് ഫംഗ്ഷൻ നമ്മൾ പറയുന്നത് കൊണ്ട് ശരിക്കും എന്താണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതാണ്. അപ്പൊ എന്താണ്, ഇവിടെയുള്ള എക്സിന് എന്ത് വരുന്നില്ല, ഇമേജ് ഉണ്ടാവില്ല. ഐന്ന് ആർ എഫ് ഓഫ് ഐയിലേക്കല്ല, ഐന്ന് ജെയിലേക്ക് പോകുമ്പോ എഫ് പ്രകാരം അതിനെന്തില്ല, ഇമേജ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോ ജി ആയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ജെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതിനെന്തില്ലാത്തത്, ഇമേജ് ഇല്ലാത്തത്. അപ്പൊ എന്ത് വരും, ഈ എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലുള്ള ഇതിൽ ഇല്ലാത്ത ഒരാളായിട്ട് വരും. അപ്പൊ ഇതിൽ ഇല്ലാത്ത ഒരാളായിട്ട് വരുവാന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ ഒരു കേസ് വരില്ല. കാരണം എന്താണ്, ഈ ഐ എന്ന് പറയുന്നത് എന്താണ്, ഇന്റർവൽ ആണ്. അല്ലെങ്കിൽ എന്താണ്, ജി ഓഫ് ജെ എന്ന് പറയുന്ന ഐ എന്ന് പറയുന്നത് എന്താണ്, ഇന്റർവൽ ആണ്. ഇതിനാണ് എന്ത് വരുന്നത്, കോൺട്രഡിക്ഷൻ വരുന്നത്. കാരണം ഇതിന്റെ ഇമേജുകൾ മുഴുവൻ എന്താണ്, ഇങ്ങനെ ഒരു ഇതിന്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞ് നടക്കാണ്. അപ്പൊ എന്ത് കിട്ടുന്നു, അതിന്റെ ഉള്ളിലുള്ള ഒരു എക്സ് കിട്ടുന്നു. ആ എക്സിന് എന്തില്ല, ഇപ്പുറത്ത് ഇമേജ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ, ഇയാള് ഈ ഇന്റർവെലിന്റെ ഉള്ളിൽ വരാൻ പാടില്ല. അപ്പൊ ആ ഇന്റർവെലിന്റെ ഉള്ളിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്, ജി ഓഫ് ജെ എന്ന് പറയുന്നത് ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് ഇന്റർവെൽ അല്ലാതാവും, അതാവാൻ പാടില്ല. കാരണം അത് എപ്പോഴും എന്താണ്, ഇന്റർവെൽ ആണ്. ആ ഒരു ഫാക്ടറിന് കോൺട്രഡിക്ഷൻ ആണ്. അപ്പൊ എന്താണ്, നമ്മുടെ അസംപ്ഷൻ ഇതെന്താണ്, തെറ്റാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ജി ഈസ് കണ്ടിന്യൂസ് ഓൺ ജെ എന്ന് പറയാം. അപ്പൊ എന്താ പറയാ, ജി ഈസ് കണ്ടിന്യൂസ് ഓൺ ജെ എന്ന് പറയാം. ജെ ഈക്വൽ ടു എഫ് ഓഫ് ഐ. അപ്പൊ രണ്ട് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു, പ്രൂവ് ചെയ്തു. ഇതാണ്